ദൈവത്തിലാണോ നമ്മുടെ സന്തോഷം എന്ന്? നമ്മുടെ ഉറവുകളെല്ലാം ദൈവത്തിലായിരിക്കും. അത് ആനന്ദമുണ്ട്, അവിടെ മഹാ സന്തോഷമുണ്ട്. അല്ല, എൻ്റെ സന്തോഷം ആരും നിങ്ങൾ എടുത്തു കളയില്ല, സാഹചര്യത്തിന് ഒത്തവണ്ണമല്ല, പക്ഷെ ദൈവം നമ്മോട് കൂടെ എന്നുള്ള മഹാസന്തോഷം, അതാണ് ഏറ്റവും അനുഗ്രഹമായത്. ഇവിടെ പറയാം, എൻ്റെ ഉറവുകളൊക്കെ നിന്നിലാകുന്നു. നമ്മുടെ ഉറവുകളല്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് കർത്താവ് പറയുന്നത്. രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരുമെന്ന് യശയ്യാപ്രവാചന പുസ്തകം 12-ാം അധ്യായത്തിൽ പറയും. വെള്ളം കോരുകയാണ് പഴയ നിയമത്തിൽ. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ നദികൾ പൊട്ടിപ്പുറപ്പെടുക നമ്മുടെ അന്തരംഗത്തു നിന്ന്, വിശുദ്ധിയുടെ, നിർമ്മലതയുടെ, ദൈവിക സ്നേഹത്തിൻ്റെ എല്ലാം ഈ അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ നമ്മളിൽ നിന്നും ഉരുവാകുകയാണ്. ദൈവിക സന്തോഷവും അതൊക്കെയാണ് നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. മറ്റുള്ളതെല്ലാം താൽക്കാലികമാണ്. മനുഷ്യൻ പലതിനും ആനന്ദത്തിന് വേണ്ടി പലതും കണ്ടെത്തുക, എല്ലാം നവീകരിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തേക്ക് ഭക്ഷണ വൈവിധ്യമുണ്ട്, വസ്ത്രവേഷ വിധാനങ്ങൾ വൈവിധ്യം, എന്നാൽ എല്ലാത്തിനും നിരാശ. അവനൊന്നിനും തൃപ്തിയാകുന്നില്ല. ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ആകുന്നില്ല. അവർ ഒന്നിലും തൃപ്തിയില്ലാതെ ഇങ്ങനെ പോവുകയാണ്. തൃപ്തി എവിടെയുണ്ട്? ദൈവത്തിൽ. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനത കഴിഞ്ഞ് വരുന്നു. ദൈവമുണ്ടോ? നമുക്കെല്ലാം ഉണ്ട്. ദൈവിക സന്തോഷമുണ്ട് ദൈവത്തിന്. നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിൽ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറും. അതാണ് എൻ്റെ പ്രത്യേകത. മറ്റത് സെൽഫാണ്. ഹാനോക്ക് എന്ന് പറയുന്നത് സ്വന്തം പേരിടുകയാണ്. എല്ലാം സ്വന്തം പേരിന് വേണ്ടി ചെയ്യുന്നു. അവർ തങ്ങളുടെ നിലങ്ങൾക്ക് തങ്ങളുടെ പേരിടുന്നു. 49-ാം സംഘത്തിൽ പറയുന്നുണ്ട്. എല്ലാം തങ്ങളുടെ തന്നെ, ദൈവത്തെ ചേർക്കുന്നില്ല, ദൈവീകരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴോ ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അങ്ങനെ ക്രിസ്തു നമ്മളിൽ കൂടെ മഹത്വപ്പെടുത്താൻ ഇടയാകട്ടെ. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഓരോരുത്തരും വിശുദ്ധ നഗരമായി മാറട്ടെ. ഇപ്പോൾ ഗ്രേറ്റ് അല്ല, ഹോളി ആയിട്ട് ഞങ്ങളെ തന്നെ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അത് നിലനിൽക്കുന്നതാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. മറ്റുള്ളതെല്ലാം നശ്വരമാണ്. അബ്രഹാം കൂടാരത്തിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നത് പോലെ കർത്താവെ, ഇവിടെ എല്ലാം അടിസ്ഥാനങ്ങളില്ലാത്തതാണ്, എല്ലാം തകർന്നു പോകുന്നതാണ്. ഞങ്ങൾ ഈ നാൾ യുദ്ധത്തിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ കൂറ്റൻ കെട്ടിടങ്ങളെല്ലാം വെറും കൽക്കൂനങ്ങളായിട്ട് മാറുന്ന കാഴ്ചകൾ ഞങ്ങൾക്കുണ്ട്. എത്രയോ കോടികൾ, എത്രയോ ഇത് ഞങ്ങൾ കാണുന്നു കർത്താവെ. എന്നാൽ നിലനിൽക്കുന്നത് ദൈവികതയാണ് തിരിച്ചറിഞ്ഞ് നിന്നിൽ നീയാകുന്ന വിശ്വാസത്തിന്മേൽ ഞങ്ങൾ പണിയിട്ട് കർത്താവെ, ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും തരണമേ. നിന്റെ പദ്ധതി അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. തിരുനാമകത്വപ്പെടുത്തണമേ എന്ന് തന്നെ. ആമേൻ. ഉയർത്തുന്ന ദൈവത്തെ കണ്ടു ഞാൻ, ഉണർത്തുന്ന യേശുവെ കണ്ടു ഞാൻ, കണ്ണീർ കയങ്ങളിൽ കലങ്ങിടും വേളകളിൽ കരുതുന്ന സ്നേഹത്തെ കണ്ടു ഞാൻ. ഉയർത്തുന്ന ദൈവത്തെ കണ്ടു ഞാൻ, ഉണർത്തുന്ന യേശുവെ കണ്ടു ഞാൻ.